സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം പുതിയൊരു മുന്നറിയിപ്പാണ്. ആധുനിക സമൂഹം പറയുന്നതും പരത്തുന്നതുമെല്ലാം ശരിയെന്ന അബദ്ധപാഠത്തിൽ കുടുങ്ങരുതെന്ന മുന്നറിയിപ്പ്. ദമ്പതികളുടെ മരണത്തിൽ അപഭ്രഷ്ട വിശ്വാസം വില്ലനായി എന്നാണ് പുറത്തുവരുന്നത്. അന്യഗ്രഹ ജീവികളും അന്യഗ്രഹ ജീവിതവും പുനർജന്മവും ഉൾപ്പെട്ട വിശ്വാസാഭാസം. അത് ശരിയെങ്കിൽ ശ്രദ്ധിക്കുക. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ന്യൂ ഏജ് ഗൂഢമതാത്മകതയുടെ കൈകൾ ഇവിടെയും ഇരകളെ കണ്ടെത്തിയിരിക്കുന്നു. അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച സങ്കല്പവും വിശ്വാസവും പൈശാചിക സ്വാധീനത്തിൻ്റെ വഴികളാണെന്ന് ക്രൈസ്തവ സമൂഹം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഭൂമിക്ക് വെളിയിൽ ജീവനുണ്ടോ എന്ന ശാസ്ത്രാന്വേഷണത്തിൻ്റെ ഭാഗമല്ലത്. ദൈവവിശ്വാസത്തെ തകിടം മറിക്കുന്ന ന്യൂ ഏജ് ഗൂഢമതാത്മകതയുടെ ഭാഗം. ആധ്യാത്മികത ചോർന്ന യൂറോപ്യൻ സമൂഹത്തിൽ രൂപം കൊണ്ട ന്യൂ ഏജ് ഗൂഢമതാത്മകത എന്ന സ്പിരിറ്റിസം എന്ന സ്പിരിച്വലിസം അവിടെ നിന്ന് യുദ്ധാനന്തര അമേരിക്കയിലും വ്യാപിച്ചു. അതിൻ്റെ ഏറ്റവും പോപ്പുലറായ ഭാഗമായിരുന്ന ഓജോ ബോർഡ് കഴിഞ്ഞ വർഷം നവമാധ്യമ ലോകത്ത് ഏറെ ഇടം പിടിച്ചത് മിക്കവരും ഓർക്കുന്നുണ്ടാകും. അതിനെ കേവലം വിനോദമായി കണ്ടും വ്യാഖ്യാനിച്ചും ശരിവെച്ചവർ നിരവധി. എന്നാൽ അത് പരേതാത്മാക്കളെ വിളിച്ചു വരുത്തി സന്ദേശമെടുക്കുക എന്ന പൈശാചിക പ്രവണതയുടെ ഭാഗമാണെന്നും മൃതസന്ദേശ വിദ്യ വിലക്കപ്പെട്ടതാണെന്നും കത്തോലിക്ക സഭയും മറ്റ് ക്രൈസ്തവ സഭകളും 19-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അന്ധവിശ്വാസമെന്നോ പൊട്ട വിനോദമെന്നോ പറഞ്ഞ് ഓജ ബോർഡിനെ തള്ളുക നിരീശ്വരവാദികൾക്ക് എളുപ്പമായിരുന്നു. അന്യഗ്രഹ ജീവി വിശ്വാസം അത്തരത്തിലല്ല. അതിന് ശരിവെക്കാൻ നാസ്തിക മതക്കാരായ ചില നിരീശ്വരവാദികളും ഉണ്ടെന്നതാണ് ശ്രദ്ധേയം. പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളിലും മനുഷ്യരെ പോലെ ജീവികളുണ്ടെന്ന് സ്ഥാപിക്കുവാനും അതുവഴി ദൈവവിശ്വാസവും ബൈബിളിലെ സൃഷ്ടി സിദ്ധാന്തവും നിരാകരിക്കാനുമാണ് അവരും യുക്തിവാദികളും അന്യഗ്രഹ ജീവിവാദത്തെ കൂട്ടുപിടിച്ചത്. സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെ ചിലർ അനന്ത സാധ്യതകളുടെ ഭാഗമായി അന്യഗ്രഹ ജീവി സങ്കല്പത്തെ കണ്ടു എന്നത് പല യുക്തിവാദികളും ന്യായമാക്കി എന്നല്ലാതെ വാസ്തവികതയുടെ തരിമ്പ് പോലും അതിലുണ്ടായില്ല. ഭ്രമി മനസ്സുകളെയും അന്ധവിശ്വാസം പിടിപ്പെട്ടവരെയും ആകർഷിക്കാൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പറക്കും തളിക കഥകൾക്ക് കഴിഞ്ഞു. അതിന് ആധികാരികത വരുത്തുവാൻ എല്ലാ രഹസ്യങ്ങളും അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയുടെ പക്കലുണ്ടെന്ന പ്രചാരണവും ചിലർ നടത്തിക്കൊണ്ടിരുന്നു. നാസയ്ക്കത് നിഷേധിക്കേണ്ടുന്ന അവസ്ഥയും വന്നു ചേർന്നു. പറക്കും തളിക കഥകൾ നമ്മുടെ സമൂഹത്തെയും എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ സ്കൂളുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളിൽ ഇത്തരം കഥകൾ ഉൾപ്പെട്ടത്. സത്യത്തിൽ പറക്കും തളികകളും അന്യഗ്രഹ ജീവി സങ്കല്പവും വെറും കഥയല്ല, ന്യൂ ഏജ് ഗൂഢമതാത്മകതയുടെ ഭാഗം തന്നെയെന്ന് തിരിച്ചറിഞ്ഞവർ ചുരുക്കം. ഒരിക്കൽ ന്യൂ ഏജ് ഗൂഢമതത്തിൻ്റെ പിടിയിലായി തിന്മകളിൽ മുഴുകി ജീവിച്ച് 32-ാം വയസ്സിൽ വീണ്ടെടുക്കപ്പെട്ട സിസ്റ്റർ മരിയ എന്ന ഫ്രഞ്ച് കത്തോലിക്ക സുവിശേഷകയുടെ സാക്ഷ്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കാം. ഓജോ ബോർഡും എല്ലാവിധ പരേതാത്മ ബന്ധങ്ങളും വിദ്യകളും അതിനായുള്ള കൂട്ടുചേരലുകളും കൈനോട്ടവും മുജന്മ വിശ്വാസവും ദോലകവിദ്യ, UFO അഥവാ പറക്കും തളിക, അന്യഗ്രഹ ജീവികൾ, ശരീരത്തിലെ നിഗൂഢ ശക്തി കേന്ദ്രങ്ങൾ, നിഗൂഢ ശക്തികൾ എന്ന് തുടങ്ങിയ വിശ്വാസങ്ങളും നിഷിദ്ധമാണ്. അവ നമ്മുടെ മേൽ പൈശാചിക ശക്തിക്ക് സ്വാധീനവും അധികാരവും നൽകുന്നവയാണ്. അരുണാചലിലെ മരണങ്ങൾ സംബന്ധിച്ച് വെളിപ്പെടുന്ന കാര്യങ്ങൾ സത്യമെങ്കിൽ ജാഗ്രത. നിഷിദ്ധമായവ ഓൺലൈൻ മാർഗത്തിൽ നമ്മുടെ സമൂഹത്തിലും ഇരകളെ പിടികൂടുകയാണ്. പറക്കും തളികകളും അവയിൽ വരുന്ന അന്യഗ്രഹ ജീവികളും യഥാർത്ഥമല്ല, പൈശാചിക പ്രേരണയുള്ള വിശ്വാസ തട്ടിപ്പ് മാത്രമാണെന്നത് ക്രൈസ്തവർ മറക്കാതിരിക്കട്ടെ. ശാസ്ത്രം കണ്ടെത്തുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്തവയെ
ദൈവവിശ്വാസത്തോടുള്ള വിരോധത്തിന്റെ പേരിൽ ശാസ്ത്രീയ വേഷം കെട്ടിക്കുന്ന നാസ്തിക വിശ്വാസികളുടെ തട്ടിപ്പിൽ വീണു പോകാതെയും ഇരിക്കട്ടെ. അരുണാചൽ ദുരന്തത്തെ ദൈവവിശ്വാസത്തിന്റെ കുഴപ്പമായി വ്യാഖ്യാനിക്കുന്ന തട്ടിപ്പിന് മറുപടി ഇതാണ്. ഇത് നാസ്തിക വിശ്വാസത്തിന്റെ പിന്തുണയുള്ള ദുരന്തമാണ്. ആവർത്തിക്കപ്പെടരുത്. മുൻ DGP ബഹുമാനപ്പെട്ട TP സെൻകുമാറിന് എന്താണ് ഇത്ര ധർമ്മരോഷം? ഒരു തെരഞ്ഞെടുപ്പ് കാല വിഷാദ യോഗം മാത്രമെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പുറത്തു വരുന്ന വാക്കുകൾ വെളിപ്പെടുത്തുന്നത് വേറെ ചില വികാരങ്ങളാണ്. ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഏക പ്രശ്നം ഹിന്ദുക്കളെ മതം മാറ്റണമെന്ന ചിലരുടെ ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം പഴിക്കുന്നു. ചിലർക്ക് ഹിന്ദുക്കളെ മുസ്ലിമാക്കണം, ചിലർക്ക് ക്രിസ്ത്യാനി ആക്കണം. ഇതിന് തടസ്സം വന്നാൽ പ്രശ്നം അവരുടെ പ്രശ്നം അതുമാത്രമാണത്രേ. മണിപ്പൂരും മറ്റു പലതും ചില നിയമനിർമ്മാണങ്ങളും സൂചിപ്പിച്ച് ഇന്ത്യയിൽ ജീവിതം ദുഷ്കരമാക്കുന്നതായി വൈദിക മേലധ്യക്ഷന്മാർ പറഞ്ഞെന്നതാണ് സെൻകുമാറിന് ധർമ്മരോഷത്തിന് കാരണം. മറുപടിയായി ഇന്ത്യയിലല്ല അരക്ഷിതാവസ്ഥ എന്ന് സ്ഥാപിക്കാൻ അയലത്തെ ഇസ്ലാമിക രാജ്യങ്ങളെയും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പാശ്ചാത്യ രാജ്യത്തെയും അദ്ദേഹം ഉദാഹരിക്കുന്നു. ആ ഇസ്ലാമിക രാജ്യങ്ങളെ ഓർത്താൽ അദ്ദേഹത്തിന്റെ ഭയം അസ്ഥാനത്തല്ല. കാരണം ഇന്ത്യയെ ഈ നൂറ്റാണ്ടു മധ്യത്തോടെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ ചില ഇസ്ലാമികവാദികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. എന്ന് വെച്ചാൽ ലോകം കാണുന്ന നിരവധി തീവ്രവാദ സംഘങ്ങളുടെ വിഹാരഭൂമി പോലെ ഇന്ത്യയെ ആക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിനും ഭയം തോന്നിയിട്ടുണ്ടാകുക. 150 കോടി തീവ്ര മതവാദികളുടെയും മത തീവ്രവാദികളുടെയും രാജ്യത്തെക്കുറിച്ച് ആർക്ക് ഓർമ്മിക്കാൻ കഴിയും? അല്ലെങ്കിൽ അവരുടെ മതം സ്വീകരിക്കാത്ത സർവരെയും ഇല്ലായ്മ ചെയ്ത ശേഷമുള്ള രാജ്യത്തെക്കുറിച്ച്? IS തീവ്രവാദികൾ പറയുന്നത് പോലെ കാഫീറുകളെ നിർമ്മാർജ്ജനം ചെയ്ത ശേഷമുള്ള കിരാതമായ മതനിയമം വാഴുന്ന ഒരു ഭാവി രാജ്യത്തെക്കുറിച്ച്? അതുകൊണ്ട് അക്കാര്യത്തിൽ സെൻകുമാറിനെ കുറ്റപ്പെടുത്താനില്ല. എന്നാൽ സുവിശേഷവൽക്കരണം എന്നത് അത്തരം രാജ്യത്തെയാണോ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്? ഇന്ത്യയാകെ സുവിശേഷവൽക്കരിക്കാൻ മാർപ്പാപ്പയും മെത്രാന്മാരുമെല്ലാം തത്രപ്പെടുന്നു എന്ന മട്ടിൽ പറയുന്ന അദ്ദേഹവും സ്വതന്ത്ര ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണം ഇപ്പോഴും 3% താഴെയാണെന്ന കണക്ക് കാണാത്തത് മനഃപൂർവമാണോ? അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കം ചില ന്യൂനപക്ഷങ്ങൾ ഒഴികെ 3 കോടിയിൽ താഴെ വരുന്ന ഇന്ത്യൻ ക്രൈസ്തവർ തികഞ്ഞ ഇന്ത്യൻ വംശജരാണ്. ഹിന്ദുത്വവാദികളെ പോലെ തന്നെ ഈ നാട്ടിൽ അവകാശമുള്ളവർ. ഒരുപക്ഷെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മറ്റേതോ മതവിഭാഗക്കാരോ വിശ്വാസഗണക്കാരോ ആയിരുന്നു അവരുടെ മാതാപിതാക്കൾ. അവരെ സുവിശേഷം അറിയിച്ചത് ഏത് മിഷണറി ആയിരുന്നാലും മതമാറ്റവും മതസ്വീകരണവും ഇന്ത്യയുടെ മണ്ണിലെ ജീവിതവും അവരുടെ അവകാശം. സുവിശേഷവൽക്കരിക്കാൻ മാർപ്പാപ്പ പറഞ്ഞതിനർത്ഥം ഇന്ത്യൻ ജനത ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവരറിയാതെ ക്രൈസ്തവരാക്കി മാറ്റുക എന്നല്ല. സുവിശേഷം പ്രഘോഷിക്കുക ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിർബന്ധമാണ്. അത് മതമാറ്റിക്കലല്ല, അറിയിക്കലാണ്. പ്രസംഗം കൊണ്ട് മാത്രമല്ല, സേവനവും ശുശ്രൂഷയും വഴിയും ക്രൈസ്തവർ അത് ചെയ്യും. ഉന്മൂലന ശക്തികൾ അവരെ ഇല്ലാതാക്കുന്നില്ലെങ്കിൽ ആളെണ്ണം കൂട്ടാനല്ല, തങ്ങൾ തിരിച്ചറിഞ്ഞ രക്ഷയിലേക്ക് മറ്റുള്ളവരെയും ക്ഷണിക്കാനാണത്. മാനസാന്തരം സാധ്യമാക്കുവാനും മനുഷ്യനെ പാപത്തിന്റെ ബഹുവിധ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ക്രൈസ്തവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്. ധർമ്മത്തിന്റെ പഴക്കമോ മാർഗത്തിന്റെ പെരുമയോ പറഞ്ഞ് ആർക്കും അഭിമാനിക്കാം. എന്നാൽ ക്രൈസ്തവർക്കറിയാം, യേശു ക്രിസ്തുവിന്റെ അവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും അടങ്ങുന്ന രക്ഷാപദ്ധതി അല്ലാതൊരു വിമോചന മാർഗം മനുഷ്യകുലത്തിന് ഇല്ലെന്ന്. അതിൻ്റെ ത്രികാല പ്രഭാവമാണ് അധപതിച്ച മനുഷ്യവംശത്തിലെ അനേകരെ സ്ഥലഭേദമില്ലാതെ ഭൂതകാലത്തും ദൈവാന്വേഷികളും ദൈവോന്മുഖരും സന്യസ്തരും ഒക്കെ ആക്കി മാറ്റിയിട്ടുള്ളത്.
രക്ഷകൻ വാഗ്ദാനം ചെയ്യപ്പെട്ട നിമിഷം മുതലുള്ള പ്രഭാവം മനുഷ്യഭാവനയോ ബുദ്ധിയോ രൂപപ്പെടുത്തിയതല്ല. ആരെങ്കിലും ഗുഹയിൽ മയക്കം വിട്ടുവന്ന് പറഞ്ഞു കേൾപ്പിച്ചതോ എഴുതിച്ചതോ അല്ല. ദൈവപുത്രൻ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയതാണ് ദൈവത്തിന്റെ യഥാർത്ഥ മുഖവും സ്വഭാവവും എന്ന് ക്രൈസ്തവർ ഗ്രഹിക്കുന്നു. മതം ഏതോ എന്തോ ആയാലും മനുഷ്യൻ നന്നായി കൊള്ളുമെന്നും ആത്മാക്കൾ നിത്യരക്ഷ നേടിക്കൊള്ളുമെന്നും ക്രൈസ്തവർ വെറുതെ ആശ്വസിക്കുന്നില്ല. പൈശാചിക ശക്തികൾ യേശുനാമത്തിന് മുമ്പിൽ മാത്രമേ കീഴടങ്ങൂ എന്ന് ക്രൈസ്തവർക്കറിയാം. ആ സമഗ്ര രക്ഷയുടെയും ക്രിസ്തു സ്നേഹത്തിന്റെയും പാതയിലേക്ക് മറ്റുള്ളവരെയും ക്ഷണിക്കാൻ ക്രൈസ്തവർക്ക് സ്നേഹബദ്ധമായ കടമയുണ്ട്. ക്ഷണം സ്വീകരിക്കുകയോ മതം മാറുകയോ ചെയ്യുന്നത് സുവിശേഷം കേൾക്കുന്നവരുടെ അവകാശത്തിൽപ്പെട്ട കാര്യം. സുവിശേഷം പ്രഘോഷിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശമാണ് ഹിന്ദുത്വവാദികളെ അലോസരപ്പെടുത്തുന്നത്. കാരണം സുവിശേഷം കേട്ടവരിൽ ചിലരെങ്കിലും ക്രിസ്തു മാർഗം സ്വീകരിക്കുന്നത് അവരെ ഭയപ്പെടുത്തുന്നു. പ്രബല സമൂഹം അടിച്ചമർത്തിയവർ സുവിശേഷവും ക്രിസ്തു സ്നേഹവും ഗ്രഹിക്കാനിടയായാൽ മതം മാറിയാലും ഇല്ലെങ്കിലും സ്വന്തം മനുഷ്യത്വ മഹത്വം തിരിച്ചറിയും. അടിച്ചമർത്തുന്നവരെ ഒഴിവാക്കാൻ തയ്യാറാകും. ഇതൊക്കെ തങ്ങളുടെ മേലാള നിലനിൽപ്പ് തകരാറിലാക്കുമെന്ന് കരുതുന്നവർക്ക് മിഷണറി പ്രവർത്തനം ആശങ്കയുളവാക്കും. അതുവഴി മേലാള ഹിന്ദുത്വ രാഷ്ട്രീയം കൂടി തകരാറിലാകുമെന്നത് വടക്കേന്ത്യയിലെ ചിലരുടെ ആദിയാണ്. ആ ആദി കേരളത്തിലെ സെൻകുമാറിനെ പോലുള്ളവർ എന്തിനു പങ്കിടണം? സെൻകുമാറിനോട് മറ്റൊന്നും കൂടി പറയട്ടെ. ഇന്ത്യൻ ക്രൈസ്തവർ ഇന്ത്യൻ സംസ്കാരം പാടെ വിട്ടുപേക്ഷിച്ചവരല്ല. എന്നാൽ വൈദേശിക വേഷവും രീതികളും ഭക്ഷണവും എല്ലാം സ്വീകരിച്ച് ഇന്ത്യൻ രീതികൾ വിട്ടുകളഞ്ഞ അനേകർ അക്രൈസ്തവ ഇന്ത്യക്കാരാണ്. അതിൽ മതമാറ്റം ഉണ്ടോ? അതിന് മിഷണറിമാരെ പഴിക്കണമോ? മിഷണറിമാരെ പഴിക്കുന്നത് മതമാറ്റം ഭയന്നല്ല, മനം മാറ്റം ഭയന്നാണ്. കീഴാളരുടെ തല ഉയരുമെന്ന് ഭയന്നാണ്. അത് മാത്രം ഭയന്ന്. സെൻകുമാർ പരാമർശിച്ച പാശ്ചാത്യ രാജ്യങ്ങളെക്കുറിച്ചും ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ജർമ്മനിയും അമേരിക്കയും അടക്കം ക്രൈസ്തവ ഭൂരിപക്ഷ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭരണം മതവാദികളുടേതല്ല. അവിടങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിന് ഭരണഘടനാപരമായ രാഷ്ട്രീയ ആധിപത്യമില്ല. ഉണ്ടെന്നത് പുകമറ സൃഷ്ടിക്കാനുള്ള ആക്ഷേപമാണ്. മതം മാറാനോ മതം ഉപേക്ഷിക്കാനോ തികഞ്ഞ നിയമ സ്വാതന്ത്ര്യമുള്ള യൂറോപ്യൻ അമേരിക്കൻ സമൂഹങ്ങളിൽ ഇന്ത്യൻ മതത്തിന് വിലക്കില്ല. നാസ്തിക ചിന്തയ്ക്കും വിലക്കില്ല. ഇന്ത്യക്ക് മതക്കാരായ ഇന്ത്യൻ വംശജർ തന്നെ അവിടങ്ങളിൽ പലയിടത്തും മുൻനിര രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നത് സെൻകുമാർ മറന്നു. ക്രൈസ്തവ സംസ്കാരത്തിൽ സ്വതന്ത്ര ചിന്ത നേടിയ ജനതയാണ് ഇന്ന് ക്രൈസ്തവ വിരുദ്ധത സംരക്ഷിക്കുന്നത്ര സ്വതന്ത്രമായ രാഷ്ട്രീയ വ്യവസ്ഥിതി പിന്തുടരുന്നത്. അബോർഷനെ തള്ളിപ്പറയുന്ന ക്രൈസ്തവ മൂല്യങ്ങളുടെ പ്രഘോഷണം നിരോധിക്കുന്ന സാഹചര്യമാണ് അമേരിക്ക അടക്കം പല ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിലും ഉള്ളതെന്ന് സെൻകുമാറിനെ അറിയില്ലേ? സ്വവർഗ ബന്ധത്തെ പാപമെന്ന് വിളിച്ചാൽ വൈദികനെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഫ്രാൻസിനെയും പിശാചിനെ പഴിച്ചാൽ ശിക്ഷ കിട്ടുന്ന കാലം ഈ നാടുകളിൽ എന്നുണ്ടാകുമെന്നാണ് ഇനി കാണാനുള്ളത്. അവിടെയൊന്നും ക്രൈസ്തവ മതമല്ല, ക്രൈസ്തവ മൂല്യങ്ങളുടെ നിരാകരണമാണ് പ്രശ്നമെന്ന് അംഗീകരിക്കാൻ സെൻകുമാറിന് കഴിയുമോ? ക്രൈസ്തവ രാഷ്ട്രീയ നേതൃത്വത്തിന് അപജയം വന്ന ഏതെങ്കിലും കാലത്തെ കർമ്മദോഷങ്ങളല്ല, 2 സഹസ്രാബ്ദം പിന്നിട്ട ക്രൈസ്തവീയതയുടെ മുഖവും മുഖ്യധാരയും. അത് അംഗീകരിക്കാൻ ശാഠ്യപൂർവം വിസമ്മതിക്കുന്നവരുടെ ഗണത്തിലാകാതിരിക്കട്ടെ സെൻകുമാർ. സ്വഭാവത്തിൽ തന്നെ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന സമൂഹമായിട്ട് കൂടി ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളൊന്നും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ജർമ്മനിയിൽ നല്ലൊരു പങ്ക് അവിശ്വാസികളുണ്ട്. കുടിയേറ്റവും അഭയാർത്ഥി സാന്നിധ്യവും വഴി അവിടെ ഇസ്ലാമിക സമൂഹം ജനസംഖ്യയിൽ 5% ഉണ്ടെങ്കിൽ അതിന് കാരണം ക്രൈസ്തവ ഭൂരിപക്ഷ സമൂഹം വാതിൽ ആർക്കുമെതിരെ കൊട്ടിയടയ്ക്കാത്തത് കൊണ്ട് തന്നെ. ഇത് പാലസ്തീൻ സ്വതന്ത്രവാദിയല്ല. ശരിയായ പാലസ്തീൻ വാദി ഇങ്ങനെയല്ല. ഇങ്ങനെയൊരു ന്യായീകരണം കേരളത്തിൽ സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഉണ്ടായില്ല. ന്യൂയോർക്കിലെ സെന്റ് പാട്രിക്സ് ബസിലിക്കയിൽ
ഈസ്റ്റർ ചടങ്ങുകൾ അവഹേളിച്ച പാലസ്തീൻ സ്വതന്ത്രവാദിയുടെ കാര്യമാണ് പറയുന്നത്. തള്ളിപ്പറയലോ വെള്ളപൂശലോ ഇവിടെ നടന്നില്ല. കാരണം വ്യക്തം. അത് ചെയ്തത് മതവാദികളല്ല, അവിടുത്തെ ഒരു പരിസ്ഥിതി മൗലികവാദ സംഘത്തിന്റെ അംഗങ്ങൾ. മതസഹോദരങ്ങളല്ലാത്തതിനാൽ അവരെ പിന്തുണയ്ക്കുകയോ വെള്ളപൂശുകയോ ചെയ്യാനുള്ള കൂറും മതബാധ്യതയും ഇവിടുത്തെ മതവാദികൾക്കില്ല. എങ്കിലും ഇവിടെയും പലരും അതിൽ രഹസ്യമായി അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നതിൽ സംശയം വേണ്ട. കത്തീഡ്രലിന് പുറത്തു നിരവധി പേർ സംഘടിച്ച് പാലസ്തീൻ വാദ മുദ്രാവാക്യം വിളിച്ചു. അമേരിക്കയിലും ലോകമാകെയും പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നു എന്ന് പ്രചരിക്കാൻ ഇത് ചിലർക്ക് അവസരം. ഗാസയിൽ രക്ഷാപ്രവർത്തകരെ കൃത്യമായി ഉന്നം വെച്ച് ഇസ്രായേൽ വധിച്ചു എന്ന് പ്രചരിപ്പിക്കാനും ഇത്തരം ചില അമേരിക്കൻ സംഘങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഹമാസുകളാണ് പാലസ്തീനുകളുടെ പാത്രം കവർന്ന് കൊഴുക്കുന്നതെന്ന കാര്യം കച്ചവടവാദി മാധ്യമങ്ങൾ പറയില്ല. പക്ഷേ അമേരിക്കയിലെ ഭൂരിപക്ഷവും ഹമാസിന്റെ കടന്നാക്രമണത്തിന് നീതീകരണമില്ലെന്നും ഇസ്രായേലിന്റെ തിരിച്ചടിക്ക് ന്യായമുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. അത് സ്വാഭാവികം. അതിലേറെ പ്രധാനം, ഹമാസിന്റെ നടപടി കൊണ്ട് പാലസ്തീനുകൾക്ക് സ്വന്തം നാട് കിട്ടാനുള്ള ഏതു സാധ്യതയും അകലുന്നു, ഇല്ലാതാകുന്നു എന്ന് ഭൂരിപക്ഷം കരുതുന്നു എന്നതാണ്. ഇത് പ്യൂ റിസർച്ച് സെന്റർ പറയുന്ന കാര്യം. ഗവേഷണത്തിലെ ഭൂരിപക്ഷത്തിലെ മാത്രം ഉദിച്ച സ്പെഷ്യൽ വിവേക ചിന്തയല്ലത്. ഒരു റിസർച്ച് സെന്ററും പറഞ്ഞില്ലെങ്കിലും പക്ഷപാത തിമിരം ബാധിച്ചിട്ടില്ലാത്ത ആർക്കും അറിയാം ഹമാസ് പാലസ്തീനുകൾക്ക് ദ്രോഹം വരുത്തി വെക്കുകയാണെന്ന്. ഹമാസിനെ കുറിച്ച് ഇതിനകം വന്ന വെളിപ്പെടുത്തലുകൾ ഈ നിഗമനം ശരിവെക്കുന്നുമുണ്ട്. മതാന്ധത പിടിപ്പെട്ട പാലസ്തീനുകൾക്കും ജാടയ്ക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഇസ്ലാമികവാദികളെ പിന്തുണയ്ക്കുന്നവർക്കും ഈ സത്യം പറയാൻ കഴിയുന്നില്ല. UN കൊണ്ട് കുറിപ്പ് ഇറക്കിച്ചതുകൊണ്ടോ ഇസ്രായേലിനെ കുറ്റം വിധിച്ചതുകൊണ്ടോ യുദ്ധക്കെടുതി തീരുകയില്ലെന്ന് അനുഭവം സർവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും സത്യം അംഗീകരിക്കാനും ഹമാസിനെ പിന്തിരിപ്പിക്കാനും ഇസ്ലാമിക ലോകത്തോ പുറത്തോ ശ്രമം കാണുന്നില്ല. ഹമാസ് പിന്തിരിയാതെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്ന മാജിക് സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ നന്നെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടോ? ഇസ്രായേൽ തകരുന്നു എന്ന് മാസങ്ങളായി ഇവിടുത്തെ മതവാദി മാധ്യമങ്ങളും അവരുടെ പിന്തുണക്കാർ പറഞ്ഞിട്ടും ഇസ്രായേൽ പിന്തിരിയുന്നില്ല. കാരണം അതൊരു കനത്ത റിസ്ക് എടുക്കലാകുമെന്ന് അവർ കരുതുന്നു. കച്ചവടവാദി മാധ്യമങ്ങൾക്കാകട്ടെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്ന പാലസ്തീനികളുടെ എണ്ണം എടുക്കാനേ നേരമുള്ളൂ. അവരും പറയാതെ പറയുന്നത് യുദ്ധത്തിൽ ഇസ്രായേൽ തന്നെ മുമ്പിലെന്നാണല്ലോ. എന്തുകൊണ്ടാണ് യുദ്ധം തീരാത്തത്? ഇസ്രായേലിന് സുരക്ഷിതത്വ ബോധം തോന്നുമാറ് ഹമാസ് പിന്മാറണം, ഒഴിവാകണം. ഒപ്പം പാലസ്തീൻകാർക്ക് വേണ്ടി ഇസ്രായേലിൽ നിന്ന് ഉറപ്പും ധാരണയും ഉണ്ടാകുകയും വേണം. പക്ഷേ യുദ്ധം അവസാനിക്കുവാനും പാലസ്തീൻ ജനതയ്ക്ക് സമാധാനം കിട്ടാനും ഹമാസിന് താല്പര്യമില്ലെങ്കിലോ? ഇടയ്ക്കിടെ ആവർത്തിക്കുന്ന യുദ്ധത്തിലാണ് അവർക്ക് കമ്പം, പാലസ്തീൻ ജനതയുടെ അസ്ഥിരതയിലും. അതിനാലാണ് ഹമാസിന്റെ വിളനിലം. അതാണ് യുദ്ധം തീരാത്തതിൻ്റെ കാരണവും. ഇത് തിരിച്ചറിഞ്ഞ് ഹമാസിനെ പാലസ്തീൻകാരിൽ നിന്ന് ഒഴിവാക്കാൻ ഇസ്ലാമിക ലോകത്ത് ശ്രമങ്ങളില്ലാത്തത് അത്ഭുതം തന്നെ. ഒന്നുകിൽ മൂഢമായ മതവിജയ ജിഹാദ് വിജയ പ്രതീക്ഷ, അല്ലെങ്കിൽ പാലസ്തീൻകാർക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ലെന്ന യഥാർത്ഥ ഉള്ളിലിരിപ്പ്. സത്യം പറഞ്ഞാൽ ആഗോള ഇസ്ലാമിക സമൂഹങ്ങളിൽ പലതും ഒരു മയക്കത്തിലാണ്. ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിൽ കൊണ്ടുവരുമെന്ന ഖിലാഫത്ത്വാദികളുടെ പ്രഖ്യാപനത്തിൽ അറിയാതെ മയങ്ങിയവർ. സ്വസ്ഥരായി കഴിയുന്ന മുസ്ലിം സമൂഹങ്ങളും അവരുടെ നേതൃത്വവും മതപരമായി തെറ്റിലാണെന്ന തീവ്രവാദികളുടെ ദുഷ്പ്രചാരണം അവരെ വഴിതെറ്റിക്കുന്നു. മറുവശത്ത് തീവ്രവാദികളുടെ സൈനിക വേഷവും തോക്കും ഭാവവും മട്ടും കണ്ട് അറിയാതെ അകമേ പിടിപ്പെട്ട ആരാധനയും മതാധിപത്യ കൊതിയും യുദ്ധത്തിന്റെ കെടുതികൾ അവസാനിച്ച് കാണാൻ സർവരും ആഗ്രഹിക്കുമ്പോഴും അത് സാധ്യമാകാത്തതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ഹമാസും ഇസ്ലാമിക ലോകത്തുള്ളവരും തന്നെ. എവിടെയൊക്കെയോ വെള്ള പൂശിയാലും വസ്തുത അതാണ്. അതിനി കൂടുതൽ വെളിപ്പെടലുകളും തെളിവുകളും ആവശ്യമില്ല. പക്ഷേ അത് ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.